നമസ്കാരം സർ. നമസ്കാരം. ഈ ഇടയ്ക്ക് സാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ 15 ലക്ഷത്തിൽ പരം പേര് കണ്ട ഒരു നല്ലൊരു റൈറ്റിംഗ് ഉണ്ടായിരുന്നു. വി.ഡി. സതീശൻ എങ്ങനത്തുള്ള മുഖ്യമന്ത്രിയായിരിക്കും, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു നോമിനിയാണ്, ഈവൻ നമ്മളുടെ MLA-മാർക്കിടയിൽ പോലും അദ്ദേഹത്തിന് ഒരു മെജോറിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റായിരുന്നു. കാര്യകാരണ സഹിതം താങ്കൾ അത് വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. വി.ഡി. സതീശൻ ഒരു യുവാവായിരുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ താങ്കൾക്ക് അദ്ദേഹമായിട്ട് നല്ല സമ്പർക്കമുണ്ടായിട്ട് പരിചയമുണ്ടായിട്ടുണ്ട്. താങ്കൾ മഹാരാജാസ് കോളേജിലാണ് അന്ന് പഠിക്കുന്നത്, വി.ഡി. സതീശനാവട്ടെ തേവര കോളേജിൽ നിന്ന്. ആ സമയത്ത് വി.ഡി. സതീശൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നു. യുവജനോത്സവം എറണാകുളത്ത് വെച്ച് നടത്തുന്നു. താങ്കൾ അതിൽ പങ്കെടുത്തിരുന്നു? അല്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സതീശനെ ആദ്യമായിട്ട് കാണുന്നത് എൻ വേണുഗോപാലിൻ്റെ വീട്ടിൽ വെച്ചാണ്. കോൺഗ്രസ് സൈഡ് അല്ല, വേണുഗോപാൽ എൻ്റെ KSU കാലത്ത് എൻ്റെ നേതാവായിരുന്നു എൻ വേണുഗോപാൽ. അപ്പോൾ അക്കാലം തുടങ്ങി വളരെ നന്നായിട്ടറിയാം. അന്ന് വേണുഗോപാൽ ഈ ഉമ്മൻചാണ്ടിയോടൊപ്പവും AK ആൻ്റണിയോടൊപ്പവും ഒക്കെ തന്നെ വളരെ പ്രസിദ്ധനായ KSU നേതാവായിരുന്നു. ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്, ഒരുപാട് ത്യാഗം സഹിച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേണുഗോപാലുമായിട്ട് എനിക്ക് അന്ന് തുടങ്ങിയുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ വേണുവിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണു എന്നെ വിളിക്കുകയും ഞാൻ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വേണുജിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ്, വേണുജിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെയും കാണുന്നത്, സതീശനെ കാണുന്നത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ചിട്ട് അന്ന് വേണുവിൻ്റെ വീട്ടിൽ, ഇവിടെ മട്ടാഞ്ചേരിയിലാണ് വേണു താമസിക്കുന്നത്, ആ വീട്ടിലാണ് ഞാൻ പോയത്. അന്ന് വേണുവിൻ്റെ വീട്ടിൽ വെച്ച് G. കാർത്തികേയനും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാർത്തികേയനുമായിട്ട് ഇയാൾക്ക് നല്ല അടുപ്പമുണ്ട്. അന്ന് അവിടെ വെച്ച് അങ്ങനെയാണ് കാണുന്നത്. അതിനുശേഷമാണ് സതീശൻ ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ആ സമയത്ത് സാറിന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും യൂത്ത് ഫെസ്റ്റിവൽ നടത്തണം. അപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവൽ മിക്കവാറും നടത്തുക എന്ന് വെച്ചാൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റിയ അധ്യാപകർ അന്ന് വളരെ കുറവായിരുന്നു. അപ്പോൾ അന്നത്തെ സിൻഡിക്കേറ്റ് മെമ്പർ ഹു വാസ് ഇൻ ചാർജ് ഓഫ് ദ യൂത്ത് ഫെസ്റ്റിവൽ പ്രൊഫസർ സെബാസ്റ്റ്യൻ ക്ലീറ്റസ് ആയിരുന്നു. അപ്പോൾ ക്ലീറ്റസ് അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺവീനർ സ്ഥാനം ഞാൻ ഏറ്റെടുത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇയാളെ ഒരു ഇതെന്നൊക്കെ പരിചയം. അതിനുശേഷം പിന്നെ അദ്ദേഹം പറവൂര് മത്സരിച്ച കാലത്തും പരിചയമുണ്ട്, അതിനുശേഷവും പരിചയമുണ്ട്. അങ്ങനെ പരിചയം എന്താ കാര്യം? അല്ല, അതുകൊണ്ടല്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം സമ്പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗ് അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിൻ്റെ നേതാവിനെ നിശ്ചയിക്കാനും മന്ത്രിയെ നിശ്ചയിക്കാനും ഒക്കെ അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. അത് സത്യമാണ്. പക്ഷേ മറ്റൊരു പാർട്ടിയിലെ നേതാവ് ഇന്ന ആളായിരിക്കണം എന്ന് നിർദ്ദേശിക്കാൻ മുസ്ലിം ലീഗ് ചെയ്യുന്നത് മര്യാദകേടാണ്, ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതുമല്ല. പക്ഷേ മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള നിർദ്ദേശം വെച്ചതും അത് അംഗീകരിപ്പിച്ചതും. അതിനു വേണ്ടി അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അല്ല, ഭീഷണിപ്പെടുത്തി അവർ. കാരണം ഇത് വയനാട്ടിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അമേത്തിയായി പോകും എന്ന് പറഞ്ഞത് പ്രിയങ്കയെ ഭീഷണിപ്പെടുത്തിയതാണ്. അങ്ങനെ വരാൻ പോകുന്ന 3 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്കറിയില്ല. 22 MLA-മാരുള്ള മുസ്ലിം ലീഗ് UDF നിന്ന് പോയാൽ പോലും ഒന്നും സംഭവിക്കുന്നില്ല. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്തായാലും ശരിയാണ്, അവർക്ക് അതിനകത്ത് വലിയ സ്വാധീനം ഉണ്ടെന്നുള്ള ഉറപ്പാണല്ലോ. ഈ മുസ്ലിം ലീഗ് ആണെങ്കിൽ ഇപ്പോൾ വേറൊരു രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട്, അവരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. നമ്മളുടെ ടോപ്പിക് അതവിടെ എൻ്റെ ടോപ്പിക്ക് സതീശനും സാറുമായിട്ടുള്ള ബന്ധം. ഒരു കാര്യം സാർ ചോദിക്കട്ടെ, വേണുഗോപാലിൻ്റെ കാര്യം സാർ ധാരാളം അടി കൊണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. യുവജന KSUവിൽ യൂത്ത് വിങ്ങിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ സതീശന് അങ്ങനെ വല്ല അടി കൊള്ളുന്ന പരിപാടിക്ക് നിന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? എൻ്റെ ഓർമ്മയിൽ അങ്ങനെ പെട്ടെന്ന് പ്രകടമായ, കാരണം അന്ന് സതീശൻ അങ്ങനെ കേരളത്തിലാകെ അറിയപ്പെടുന്നൊരു നേതാവല്ല. അതും കൂടിയുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു ചെയർമാനായിട്ട് വന്നു എന്നല്ലാതെ അന്ന് പണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് വരുന്നവർ ഓൾ കേരള സ്ട്രക്ചറിൽ അറിയപ്പെടുമായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റികൾ കൂടിയതോടുകൂടി പിന്നെ അതിന് അങ്ങനെ ഒരു പ്രാധാന്യം ഇല്ലാതെയായി.
അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഇത് തിരിഞ്ഞ് MG യൂണിവേഴ്സിറ്റി വന്നിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ ആദ്യകാലങ്ങളിലാണ് ഇദ്ദേഹം ഒന്നാമത്തെ രണ്ടാമത്തെ ചെയർമാൻ. പിന്നെ അത് മാത്രവുമല്ല, ഇദ്ദേഹം പഠിച്ചിരുന്നതാണെങ്കിൽ തേവര കോളേജിലാണ്, ഞാൻ പഠിപ്പിച്ചിരുന്ന മാരേജ് കോളേജിൽ. അങ്ങനെ ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടാകേണ്ടതില്ല. പക്ഷേ ഒരു കോൺഗ്രസ് KSU കാരൻ എന്ന നിലക്കും യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന നിലക്കും എനിക്ക് സതീശനായിട്ട് അടുപ്പമുണ്ട്. ആ അടുപ്പമാണുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ പോലും സതീശൻ സമരമുഖങ്ങളിൽ സജീവമായിട്ടില്ല എന്ന് തന്നെ പറയാം. ആ സമയത്ത് ഞാനും ഒരു ജേർണലിസ്റ്റാണ്, ഫോളോ ചെയ്യുന്നതാണ്. സജീവമായിട്ട് ഇപ്പോൾ പേരെടുത്ത് ശ്രീ വേണുഗോപാലിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ അടികൊള്ളാൻ നിന്നിട്ടില്ല. പക്ഷെ ഒരു വിഷ്വൽ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ പിണറായിയുടെ അംഗരക്ഷകന്മാരുടെ അടികൊണ്ട് ഇപ്പോഴത്തെ നിയുക്ത MLA-ക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില സംഭാഷണങ്ങളുണ്ട്. ഇന്നലെ അദ്ദേഹം മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് തട്ടി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ആ കുട്ടികളെ ആക്രമിച്ചവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹം വേദന അതിപ്പോൾ സതീശൻ ആ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ള കാര്യം ഇപ്പം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാണ്. അവർക്കെതിരെ കേസ് SIT-യെ വെച്ചിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അതങ്ങനെ നടക്കട്ടെ. അതിനകത്തൊരു രാഷ്ട്രീയവും കൂടി ഉള്ള സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നില്ല. കാരണം അത് വെറും ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലെടുത്തൊരു സാധനമല്ല, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയവും കൂടി അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ സതീശൻ ഇത് പറഞ്ഞ സമയത്ത് അത് മുസ്ലിം ലീഗ് അതിലൊരു ഇതുള്ളത് പത്മജ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതാണ്ട് 11,000 കമൻസ് ഉണ്ട് ആ പോസ്റ്റ്. ഞാൻ കണ്ടിരുന്നു, വായിച്ചിരുന്നു സാർ. അതിൽ ഒരു 9,000 പേരും ഒരു പ്രത്യേക മുസ്ലിങ്ങളായിട്ടുള്ളവരാണ്. അവരെല്ലാവരും എന്നെ രൂക്ഷമായി വിമർശിക്കുകയും എൻ്റെ മാതാപിതാക്കളെ അടക്കം പുലഭ്യം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് കുഴപ്പമില്ല. കാരണം അത് മുസ്ലിങ്ങളെ കുറിച്ച് എഴുതിയതിൻ്റെ പേരിൽ അവരിങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊരു 1,300-ഓളം വരുന്ന ക്രിസ്ത്യാനികളും എന്നെ ഇതേ കാര്യം കൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ക്രിസ്ത്യാനികളെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു മൈനോറിറ്റി ഐക്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അതൊക്കെ പറഞ്ഞേക്കണം. പക്ഷേ സതീശൻ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി ആയതിനു ശേഷം, മുമ്പ് സതീശനല്ല, മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞൊരു കാര്യം, അത് വസ്തുതാവിരുദ്ധമാണ്, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല, അസത്യവുമാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് പറയുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗാണ് ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദത്തെ തടഞ്ഞു നിർത്തുന്ന സംഘടന. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ബലക്ഷയം സംഭവിക്കാൻ പാടില്ല. മുസ്ലിം ലീഗിന് ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ തീവ്രവാദം വളരും എന്നുള്ളതാണ്. ഇത് സതീശൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നതും. അദ്ദേഹത്തെ അങ്ങനെയാണ് നമ്മുടെ മീഡിയ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രവും ഒക്കെ, ഇന്ത്യ ചരിത്രവും ഒക്കെ വായിച്ചിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വായിച്ച ഒരാളാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തില്ല. കാരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വസ്തുതകൾ മൂടി വെച്ചുകൊണ്ട് പറഞ്ഞേക്കണതാണ്. അതെന്താണെന്ന് വെച്ചാൽ 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രതിനിധീഭവിപ്പിക്കുന്നില്ല, അവർ ഹിന്ദുക്കളുടെ സംഘടനയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പ്രാതിനിധ്യം അവർക്കില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ജനതയുടെ പ്രാതിനിധ്യത്തിൻ്റെ പേര് രൂപീകരിച്ചാണ് മുസ്ലിം ലീഗ്. ആ സംഘടന 1947 ഓഗസ്റ്റ് 14 വരെ അതങ്ങനെ തന്നെ വന്നു. 14 അത് 3 പിളർന്നു. 3 ഒന്ന് പാകിസ്ഥാൻ ലീഗായി, 2 ബംഗ്ലാദേശിലെ അവാമി ലീഗായി, 3 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി. പക്ഷേ അപ്പോഴും ആ മുസ്ലിം ലീഗിൻ്റെ പ്രത്യയശാസ്ത്രവും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന പരിപാടികളും അവർ മാറ്റിയിരുന്നില്ല, ഉപേക്ഷിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടുന്ന സന്ദർഭത്തിൽ. ഇനി നമുക്ക് പ്രകൃതത്തിലേക്ക് വരാം. സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള കമ്മ്യൂണൽ കലാപങ്ങൾ കൽക്കട്ടയിൽ, ബംഗാളിൽ നടന്നു. സുഹ്റവർദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായിട്ട് നിന്ന സന്ദർഭത്തിലാണ് ബംഗാളിൽ ഈ സ്പർദ്ധ വന്നതും സുഹ്റവർദിയുടെ നേതൃത്വത്തിൽ ഡയറക്റ്റ് ആക്ഷൻ നടത്തി ഹിന്ദു വംശഹത്യ നടത്തിയത്. ഒന്ന്
അന്ന് മുസ്ലിം ലീഗ് ഉണ്ടല്ലോ. അപ്പം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് സുശക്തമായതിന് ശേഷമാണ് 1948 മവദൂദി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണ്. മുസ്ലിം ലീഗ് വളരെ സുശക്തമായി കേരളത്തിൽ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്ത് വരുന്നത്, സിമി എന്ന് പറയുന്ന തീവ്രവാദ വിദ്യാർത്ഥി സംഘടന രൂപപ്പെട്ടു വരുന്നത്. മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ തന്നെ ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ് ഇത് മദനിയുടെ PDP വരുന്നത്. മുസ്ലിം ലീഗ് ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ് NDF വരുന്നത്. മുസ്ലിം ലീഗ് ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ തീവ്രവാദികൾ വളരില്ല എന്നുള്ളത് വസ്തുതകൾക്ക് നിരക്കുന്ന കാര്യമല്ല. ഇനി മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അവർക്കതിനകത്ത് മറയൊന്നുമില്ല. ഒന്ന്, ഞങ്ങൾ മുസ്ലിങ്ങൾ ഇവരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 2, നിങ്ങൾ വരുമ്പോൾ ഞങ്ങളാണ് ഭരിച്ചിരുന്നത്, ബ്രിട്ടീഷുകാരോട് പറഞ്ഞാണ്. നിങ്ങൾ പോകുമ്പോൾ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം. ഇനി അഥവാ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തിച്ച സംഘടനയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം എന്നും നിന്നിട്ടുള്ളത്. എന്നും 1921 മലബാർ കലാപം എന്ന് പറയുന്നത് ഹിന്ദു വംശഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങൾ വന്ന സമയത്തും അന്നാണ് കോൺഗ്രസ്സിലേക്ക് മുസ്ലിങ്ങൾ വരുമെന്ന് KP കേശവമേനോൻ തെറ്റിദ്ധരിച്ചതും. അങ്ങനെയൊന്നും ഇവർ വരാൻ പോകുന്നില്ല എന്ന് കൊടുങ്ങല്ലൂർ അബ്ദുറഹിമാൻ സാഹിബ് പറഞ്ഞിട്ട് അതെല്ലാം ധിക്കരിച്ചുകൊണ്ടാണ് KP കേശവമേനോൻ ഇത് ചെയ്തത്. പക്ഷേ ഗാന്ധി പറഞ്ഞിട്ടൊന്നും അവർ നിന്നില്ല. അവർ സതീശൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ സത്യവിരുദ്ധമാണ്, വസ്തുതാവിരുദ്ധമാണ്. അതുകൊണ്ട് അതൊരു മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. സതീശൻ്റെ കാര്യം പറഞ്ഞല്ലോ സാർ. സതീശനല്ല, മുഖ്യമന്ത്രി സതീശൻ താങ്കൾക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. താങ്കളുടെ പഠന ക്ലാസ്സുകളിൽ വന്നിരുന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റായ നിഗമനങ്ങളുടെ പുറകിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? 5 കൊല്ലം നമ്മൾ അല്ല, അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, INTUC, ഇങ്ങനെ എല്ലാ വിഭാഗക്കാർക്കും ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. ശക്തനായൊരു നേതാവ് ആയിരുന്നില്ല സതീശെന്നും താങ്കൾ കാരണം സതീശൻ ഒരിക്കലും ഒരു ഓൾ കേരള പാർട്ടി പദവി വഹിച്ചിട്ടില്ല. സതീശൻ ആദ്യമായിട്ടൊരു ഓൾ കേരള ലൈനിൽ എത്തുന്നത് ഈ പ്രതിപക്ഷ നേതാവാകുമ്പോഴാണ്. അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ്? ആ പ്രതിപക്ഷ നേതാവാകുന്ന സന്ദർഭത്തിൽ എനിക്ക് ഇതിനെ കാര്യങ്ങൾ കുറെ കൂടി അടുത്ത് നിന്നറിയാം. അന്ന് ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലക്കായിരുന്നു ഭൂരിപക്ഷം. പക്ഷേ ഹൈക്കമാൻഡ് സതീശനാക്കുകയും ഒതുക്കാൻ വേണ്ടിയിട്ടാണോ ഒതുക്കാതിരിക്കാൻ വേണ്ടതെല്ലാം സതീശനാണെന്ന് പറയും, സതീശൻ വരികയും ചെയ്തു. ഇപ്പോഴും ഈ അസംബ്ലിയിലും ഭൂരിപക്ഷ MLA-മാരുടെ സ്ഥാനാർത്ഥി KC വേണുഗോപാലാണ്. ഇനി ഇവരെ 3 പേരെയും കൂടി ഒന്ന് താരതമ്യം ചെയ്യുന്നതാണെങ്കിലോ, KC വേണുഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരുണാകരൻ കൊണ്ടുവരുന്നൊരു നേതാവാണ്. കണ്ണൂരിൽ നിന്ന് കണ്ണോത്ത് കരുണാകരൻ കൊണ്ടുവരുന്ന നേതാവാണ്. വളരെ ബ്രില്യൻ്റായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ MSc റാങ്ക് ഹോൾഡറാണ്. വേറെ 2 MA എടുത്തിട്ടുണ്ട്, LLB എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും റാങ്കും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ ഉള്ള വരുന്ന മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പലർക്കും അറിയാത്തൊരു കാര്യമാണ് KC വേണുഗോപാലിനെ കുറിച്ച്. KC വേണുഗോപാൽ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിൽ മന്ത്രി, MLA ആയി, മന്ത്രിയായി, MP ആയി, പാർട്ടിയുടെ പദവികളിലെല്ലാം വന്ന് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ശക്തനായ പദവിയിലിരിക്കുന്ന സെക്രട്ടറിയേറ്റ്. പക്ഷേ ഇവരെക്കാളൊക്കെ പാർട്ടിയുടെ അനുഭവ പരിചയമുള്ളത് രമേശ് ചെന്നിത്തലക്കാണ്. രമേശ് ചെന്നിത്തല സ്കൂൾ KSU യൂണിറ്റ് പ്രസിഡൻ്റായിട്ട്, സ്കൂളിലെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട്, മാവേലിക്കരയിലെ സ്കൂൾ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് തുടങ്ങി മാവേലിക്കര താലൂക്കിലെത്തി, ആലപ്പുഴ ജില്ലയിലെത്തി, സംസ്ഥാനത്തെത്തി. അങ്ങനെ KSUവിൻ്റെ അപ്പോഴാണ് AI സ്പ്ലിറ്റ് വന്നപ്പോൾ ഇത് I ഗ്രൂപ്പിൻ്റെ KSU നേതാവായിട്ട് അത് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സ്റ്റേറ്റ് നേതാവായി, സ്റ്റേറ്റ് പ്രസിഡൻ്റായി.
KSU സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, അത് കഴിഞ്ഞിട്ട് NSUI നാഷണൽ പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസ് നാഷണൽ പ്രസിഡൻറ്റ്, AICC സെക്രട്ടറി, 9 കൊല്ലക്കാലം KPC പ്രസിഡൻറ്റ്, അത് കഴിഞ്ഞ് 26ാമത്തെ വയസ്സിൽ MLA, 27ാമത്തെ വയസ്സിൽ മന്ത്രി, മൂന്നോ നാലോ പ്രാവശ്യം MP, പിന്നെ മന്ത്രിയായി, ഹോം മിനിസ്റ്ററായി, ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു വിപുലമായ അനുഭവ പരിചയം, ഭരണപരിചയവും അനുഭവ പരിചയവും ഉള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ ഈ 3 പേരുടെ ഒരു ബയോഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ബയോഡേറ്റയിൽ ഏറ്റവും മുന്തിയ, ഇപ്പോൾ ഒരു ബയോഡേറ്റ വെച്ച് നമ്മളൊരു പരിഗണന നടത്തുകയാണെങ്കിൽ PSC ചെയർമാൻ ആയിരുന്നല്ലോ, ബയോഡേറ്റ വെച്ച് ഒരു പരിഗണന നടത്തുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ രമേശും, 2ാം സ്ഥാനത്ത് KC വേണുഗോപാലും, 3ാം സ്ഥാനത്ത് സതീശനും വരുള്ളൂ. പക്ഷേ സമവാക്യങ്ങളല്ലേ, പക്ഷേ അങ്ങനെയല്ല, രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ ബയോഡേറ്റയ്ക്ക് ഒരു സ്ഥാനവുമില്ല. രാഷ്ട്രീയത്തിൽ അതില്ല. രാഷ്ട്രീയത്തിൽ അതാത് കാലത്തിൻ്റെ സന്ദർഭത്തിനും അനുസരിച്ചും ഒക്കെയാണ് വരിക. അപ്പോൾ അത് അനുസരിച്ചിട്ട് അപ്പോൾ കാണുന്ന ഒരു അന്തരീക്ഷത്തിൽ വരുന്നതാണ് ഒരു രാഷ്ട്രീയത്തിലെ കാര്യം. ഒരൊറ്റ ചോദ്യം കൂടെ സാർ, ഇപ്പോൾ സതീശൻ KCയും RCയും പറഞ്ഞത് കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു മുഖ്യമന്ത്രി, കാരണം അവർക്ക് അനുഭവ പരിചയം കൂടുതലാണെന്ന് സാർ പറയും. അല്ല, അത് ഞാൻ പറയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അതല്ലേ നല്ലത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സതീശൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ച് തന്നെ സതീശൻ പോകുന്നതായിരിക്കും നല്ലതും സതീശന് ചെയ്യാവുന്നതുമായ കാര്യം. അല്ലാതെ ഇവർ പറയുന്നത് കേട്ടൊന്നും അനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് സതീശൻ മാറുമെന്ന് ഞാൻ കരുതുന്നേയില്ല. കാരണം സതീശൻ്റെ ചിന്താഗതികളുണ്ട്, സതീശൻ്റെ അഭിപ്രായങ്ങളുണ്ട്, സതീശൻ്റെ രീതിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നമ്മൾ ഇതുവരെ കണ്ട മുഖ്യമന്ത്രിമാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായൊരു മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അങ്ങനെ വ്യത്യസ്തനായിരിക്കുമ്പോഴും അദ്ദേഹം അവകാശപ്പെടുന്ന അത്രയും മഹിമ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇപ്പം തന്നെ കേരളയിൽ അദ്ദേഹം വേണ്ടാന്ന് വെച്ചു, ആശമാരുടെ ഇത് കൂട്ടിക്കൊടുത്തു. അല്ല, അത് ശരിയാണ്, അതൊക്കെ സമ്മതിച്ച്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു സമുദായത്തിൻ്റെയും നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകില്ല എന്നാണ് സതീശൻ പറഞ്ഞിരുന്നത്. ശരിയുമാണെന്ന് വെക്ക്. പക്ഷേ ലത്തീൻ സഭയുടെ തിണ്ണനിറങ്ങി. അപ്പോൾ 20 മിനിറ്റാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ പോയി ബിഷപ്പിനെ കണ്ടത് എന്ന് മാത്രവുമല്ല, ഏത് മന്ത്രിയെ ആർക്ക് കൊടുക്കണമെന്നുള്ള കാര്യം അവർ തീരുമാനിക്കുകയാണെങ്കിൽ NSS പറയുന്നത് കേൾക്കണം, SNDP പറയുന്നത് കേൾക്കണം, തീവ്രസഭ പറയുന്നത് കേൾക്കണം, ഓർത്തഡോക്സ് സഭ പറയുന്നത് കേൾക്കണം, ഇതൊക്കെ കേൾക്കണം. അല്ലാതെ ലത്തീൻകാരോട് മാത്രം പോയിട്ട് ഇതിങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതും ആർക്ക് ഏത് വകുപ്പ് എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം മുഖ്യമന്ത്രിക്കുള്ളപ്പോൾ മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽ ഭരണഘടന ബാഹ്യമായ ഒരു ശക്തി സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് അത്ര ശുഭകരമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. എന്തായാലും അദ്ദേഹത്തിന് നന്നായിട്ട് ഭരിക്കാൻ കഴിയട്ടെ എന്ന എല്ലാ ആശംസയും നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു ഹണിമൂൺ പീരീഡാണ്, 100 ദിവസം നമുക്ക് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഒരു മുതിർന്ന അദ്ദേഹത്തിനെ പഠിപ്പിച്ചൊരു വ്യക്തി എന്ന പഠിപ്പിച്ചത് ഞാൻ KSUവിന്റെ ക്യാമ്പുകളിൽ അന്ന് മിക്കവാറും എല്ലാവരും ഇപ്പം ഈ മന്ത്രിമാരായിരിക്കുന്ന മിക്കവാറും എല്ലാവരും ഒക്കെ അതിനകത്ത് വന്നിരുന്നിട്ടുള്ളവരും അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാതെ കോളേജിൽ ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടേ ഇല്ല. എന്തായാലും നമുക്ക് ഭാവുകങ്ങൾ നേരാം മുഖ്യമന്ത്രി VD സതീശന്. ശരി.